കാണാൻ വന്നയാൾ തിരിച്ചു പോകൂല. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. എത്തിയിരിക്കുന്നു. ഞങ്ങളോടൊക്കെ വണ്ടി കാൾട്ട് ചെയ്ത് ഞങ്ങൾ ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇനി ഫോറസ്റ്റ് പോകാൻ. നമ്മളെ പുതിയ ആള് ട്രിപ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാണക്കാരനാണ്. നമ്മള് പോണ വഴി നല്ല വാട്ടർഫോൾ, നല്ല രസം, നല്ല തണുത്ത വെള്ളം. ഇത് രസം പറ്റത് അങ്ങനെ. അമ്മ ഇതാക്കി തിരിച്ചു തന്നി. കക്കാട് ഡാം എത്തിയത്. ഞങ്ങളുടെ സ്പീഡ് ബോട്ടിൽ ചിലപ്പം പോവും. പറമ്പി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പറമ്പി ഫോറസ്റ്റിനോട് വരണം. സൈഡിലെങ്ങാണ്ട് കുഴി പറഞ്ഞ് വാട്ടർഫോൾസിൽ പോവാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ് നമുക്ക് 25 മിനിറ്റ് ഒക്കെ നടക്കാനുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നു പോവാണ്. പിന്നെ നമ്മൾ അവിടെ പോയൊരു പ്രത്യേകത ഉണ്ട്. അത് അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് മിനിറ്റ് പറഞ്ഞിട്ട് 1 മണിക്കൂറാണ്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2-3 കുപ്പി വെള്ളം വയ്ക്കുക അത്യാവശ്യം. ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി പാറയ്ക്കെല്ലാം താഴോട്ട് ഉരുള് പോലെ പൊത്തുകളാണ്ട് ആൾക്കാരുണ്ടാക്കിയതല്ല. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരുത്തി നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിൽ കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാടെ പൊത്തിക്കൂടെല്ലാം പൊട്ടി ഇത് പല ഭാഗത്താണ് പോകുന്നത്, നേരിട്ട് പോകല്ല. അതിന് ഉദാഹരണം മാത്രമുണ്ടോ വളവിൻ്റെ ഇടക്കണ്ട അങ്ങ് താഴെ ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം പതവലുണ്ട്. പാറയുടെ മോളിൽ കൂടെ ആദ്യം വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴിയും വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പോകൂല. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരിവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യന്ത്രങ്ങൾ വിദഗ്ധി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം. നിങ്ങൾ കേൾക്കുന്ന പോലെ
ഞങ്ങൾ കേൾക്കുന്നത്. കേട്ടുകേൾവി മാത്രം. അന്നോട്ടാണ് ഈ വെള്ളച്ചാട്ടവും കക്കയും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ കരിയാത്തുംപാറ തോണിക്കടവുന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കണ്ട് എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താൻ കൂടെ. വേറെ വഴിയൊന്നുമില്ല. ഈ പാലം ഉണ്ടാകും നമുക്ക് പാലത്ത് കയറി കാണാം. പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക നമുക്കിട്ട് തുറന്നു കിട്ടി. കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി എന്ന് പറഞ്ഞാൽ 3 ദിവസം പിന്നെയാണ് കമ്പനിയിലിട്ട്. വേറെ പ്രചാരണം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാട പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായിച്ച ജീവി ഈ തള്ളിക്കുന്ന പാറ ഇരുട്ടായി കഴിഞ്ഞാൽ വിനോദസഞ്ചാരികളെ 5 മണി മാത്രമേ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് ചീടിക്കുഴി, 18 അടിവാരം, 31 ഇടക്കടി, 33 പടിഞ്ഞാത്ര ബാണാസുര സാഗർ. ബാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ട് കക്ക അണക്കെട്ടി വരും. കക്ക അണക്കെട്ടി തുറന്നിട്ട് പെരുണാമൂഴി അണക്കെട്ടിലേക്ക് എത്തും. പിന്നെ അപ്പുക്കുട്ടം വള്ളിക്കുന്നിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചാരത്തിൽ കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇതെല്ലാം കേട്ടുകളിൽ മാത്രമേ. ഓക്കെ, നമ്മൾ ഇനി വീഡിയോ വൈൻഡപ്പ് ഞങ്ങൾ അവിടെ പോയി തിരിച്ചൊക്കെ വന്ന് ഭയങ്കര രസമുണ്ടായിനി. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ വൈൻഡപ്പ്, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാം.